ഹലോ എവറിബാഡി, ടീം PPPL അവതരിപ്പിക്കുന്ന PUBG റൂം മാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർഡ് ബൈ തറവാട് eSports. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് നമ്മുടെ മാച്ച് പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ആരും മാപ്പ് അപ്ഡേറ്റ് ആകാത്തതുകൊണ്ട് ഒന്നിച്ച് നമുക്ക് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് 4th സീസണിൻ്റെ സെക്കൻഡ് മാച്ചാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ റൂം കാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓട്രോൺസിലെ ഫ്ലോക്കയാണ്. അപ്പം നമുക്ക് സ്ലോട്ട് വഴി ഒന്ന് പോയി നോക്കാം. 4th സ്ലോട്ടിലുള്ളത് MDMA ടീമാണ്. 5th സ്ലോട്ട് ലീജിയൻ ഓഫ് നൂബ്സ്. 6th എക്സൗട്ട്. 7 തറവാട്. 8 ആൽക്കോ. 9 റെഡ്. 10 DCs. 11 വിങ്സ്. 12 അക്കാസ്കി. 13 PMB. 14 SQD98 Squad 98. 15 ഓർട്രോൺസ്. 16 സിൻ. 17 ഹൂണിഗൺ. 18 Deoxys. 19 KLC. 20 Mastermind. 21 Nagas. 22 Asguns. 23 Geo 46. 24 Royal Demons and 25 Godsend. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 68 പേരെ എത്തിയിട്ടുള്ളൂ. ഇനി വരാനുണ്ട്. നമ്മുടെ ഇന്നത്തെ റൂം മാച്ച് നടക്കുന്ന മിറാമറിലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കളി എന്നൊക്കെ നോക്കാം. കഴിഞ്ഞ മാച്ചിൽ എനിക്കൊന്ന് സിന്നായിരുന്നു ചാമ്പ്യൻസ്. അപ്പോൾ ഇന്നെങ്ങനെ ആകുമെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ അപ്പോൾ ഈ 4th സീസണിൽ നമ്മൾ പ്രൈസ് എമൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് ടീമിന് വരുന്നത് 300 rupees പ്രൈസ് ആയിരിക്കും. സെക്കൻഡ് ടീമിന് 100 rupees. അതുപോലെ തന്നെ 3 to 5th പൊസിഷൻ വരെയുള്ള ടീംസിന് 60 rupeesഉം അതുപോലെ തന്നെ 6 to 10th പൊസിഷൻ വരെ വരുന്നവർക്ക് 40 rupeesഉം വെച്ചാണ് പ്രൈസ് മണി വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 4th സീസണിലെ സെക്കൻഡ് മാച്ചാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാച്ച് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മൊത്തം 69 പേര് എത്തിയിട്ടുണ്ട്. ഇനിയും ടീം നമ്പർ 9 റെഡിലെയും അതുപോലെ തന്നെ ടീം 11 വിങ്സിലും ഒക്കെ ആൾക്കാർ എത്താനുണ്ട്. 6 പ്ലേയേഴ്സ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 6 പ്ലേയേഴ്സ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എന്ത് പറ്റിയോ, നമ്മൾ ഓൾറെഡി 2 ഡേ ഒക്കെ കൊടുത്തതാണ് ഇവർക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. മിറാമറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ വന്നു. ഇന്നിപ്പം നന്നായിട്ട് ആൾക്കാർ കുറവായിരിക്കും. കാരണം ഓൾറെഡി 60 പേരെടുത്തെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അതിലിങ്ങനെയും കൂടെ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സീൻ എന്നാന്ന് ചോദിച്ചാൽ, അതായത് ജവാനൊക്കെ ഓൾറെഡി ഒന്ന് വന്നപ്പോഴാണ് കളി സ്റ്റാർട്ടായിരിക്കുന്നത്. സോ ജവാൻ ഇപ്പം സ്ലോട്ട് 1 കുടുങ്ങി കിടക്കുകയാണ്. ആൽക്കോ ടീമിൻ്റെയാണ് ജവാൻ. നമ്മളിപ്പം സ്ലോട്ട് 8 പോകുമ്പം അവിടെ വിക്കിയും കൊച്ചുപുറമേനും മാത്രമേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇവരെങ്ങനെ സ്ലോട്ട് 1 എത്തിയെന്ന് എനിക്കറിയത്തില്ല. അതേ സ്ലോട്ട് 5 ലീജിയൻ ഓഫ് ന്യൂസ് ഒക്കെ 3 പേര് കൂടുതൽ നമ്മൾ കണ്ടതാണ്. ഇവരിപ്പോൾ 2 പേരേ ഉള്ളൂ. ഇവരെന്താണ് മാപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതാണോ പ്രശ്നം? 63 പേരാണ് അപ്പോൾ ഇന്ന് മാച്ച് മൊത്തം ഉള്ളത്. ബാക്കി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതിന് 67 പേര് മണ്ടായിരുന്നു. 6 പേര് മാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം വരുന്നത് ആൽക്കോ ജവാനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം പുള്ളി വേറൊരു സ്ലോട്ടിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. എങ്ങനെ ആകുമെന്ന് കണ്ടറിയണം നമുക്ക്. അതോ അല്ല, ആൽക്കോ ജവാൻ മാറിയോ? ഒറ്റ മിനിറ്റ് നോക്കിയോട്ടൊന്നേ. ആൽക്കോ ജവാൻ എക്സിറ്റ് അടിച്ച് പോയെന്ന് തോന്നുന്നു കേട്ടോ. അതെന്ത് പറ്റിയോ? ആൽക്കോ ജവാൻ വന്നിട്ട് ഒറ്റയ്ക്ക് സ്ലോട്ടിലായതുകൊണ്ടായിരിക്കണം എക്സിറ്റ് അടിച്ച ആൾ പോയെന്നാണ് തോന്നുന്നത്. 62 പേരുള്ളൂ. ഇപ്പം മൊത്തം 19 ടീമാണ് മത്സരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റൂട്ട് ഏതാണ്ട് നമ്മുടെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് നേരെ എൽപോസോ ട്രെയിലർ പാർക്ക് വഴി ആണ് പോകുന്നത്. ഓക്കെ, അതെ, ഫസ്റ്റ് ടീംസൊക്കെ തന്നെ കൂടുതൽ ടീംസും ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സോണൊക്കെ ഒരുമാതിരി ബോട്ടം റേഞ്ചിലോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. അറിയത്തില്ല, നമുക്ക് നോക്കാം. ആൽക്കോ അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ആൽക്കോ ടീമിൽ ഇന്ത്യ 2 പേര് ഇപ്പോൾ കളിക്കുന്നുള്ളൂ. ആൽക്കോ ടീമിൽ ലീജിയൻ ഓഫ് ന്യൂസ് 2 പേര്. എനിക്ക് തോന്നുന്നു അവരൊക്കെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ പോയതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടീം ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം നോക്കാം. ഇതാ ടീമുകൾ അടുപ്പിച്ചിറങ്ങുന്നുണ്ടല്ലോ. ഡിയോക്സിസും അതുപോലെ തന്നെ ടീം 7 ഹൂണിഗണും കൂടെ അടുപ്പിച്ചിറങ്ങുക. ഹൂണിഗൺ എവിടെ പോയാലും അവിടെ കൂടെ ആൾ കാണുമെന്നുള്ളതാണ്. അതേപോലെ ടീം 4 എന്ന് പറഞ്ഞാൽ MDMA ആണ്. ടീം 4ൻ്റെ കൂടെ തന്നെ ടീം 25 ഗോഡ്സെൻറ്റും ഉണ്ട്. നോക്കുന്നത് എങ്ങോട്ടാ? നമുക്ക് ടീം 4ലേക്ക് തന്നെ ഒന്ന് പോകല്ലേ.
ടീം 425 തൊട്ടടുത്ത് തന്നെയാണ്. ടീം 4 2 പേര്, MTML 2 പേര് മാത്രമേ ഉള്ളൂ. ഗോഡ്സ് ആൻഡിലേക്ക് നോക്കുമ്പോൾ ഓക്കെ ഏറ്റവും ടോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൽക്കോ ടീംസൊക്കെ ഏറ്റവും ടോപ്പിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ആൽക്കോ അതുപോലെ തന്നെ വേറെ ഏതാ നമ്മുടെ എക്സൗട്ട് ടീംസൊക്കെ ഏറ്റവും ടോപ്പിലോട്ടാണ് എത്തിയേക്കുന്നത്. അവർ ഏറ്റവും ലാസ്റ്റാണ് അവർ ചെന്നേക്കുന്നത്. ആദ്യത്തെ പൊട്ടൽ എവിടെ നടക്കും? മൊത്തം 19 ടീംസും 62 ടീം മെമ്പേഴ്സുമാണ് ഇന്ന് കളിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ആൽക്കോ ഇപ്പോൾ സ്ലോട്ട് 1 കളിച്ചുകൊണ്ടിരുന്നത് തന്നെ ആൽക്കോ ജവാൻ ഒറ്റയ്ക്ക് സ്ലോട്ട് 1 കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൽക്കോ ജവാൻ ഒറ്റയ്ക്ക് ഒരു നമ്മുടെ ഒരു കണക്കിൽ ഒരു 9th പൊസിഷനിൽ എത്തുകയെന്ന് വെച്ചോ. ആൽക്കോ ടീം ഒരു 4th പൊസിഷനും ടീമിലെ സ്ലോട്ട് അനുസരിച്ച് 4th പൊസിഷനിൽ എത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലോട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത് കൊച്ചുപറമ്പിൻ്റെ ടീമും അതുപോലെ തന്നെ ടീം 6ഉം എക്സൗട്ടും അടുത്തടുത്തുണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി മാറിയാണോ? ഓക്കെ, ഇച്ചിരി മാറിയാണ് അവിടെ നിൽക്കുന്നത്. ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ അത്ര റീച്ച് കാണത്തില്ല. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. ടോപ്പ് ബോയ് ദിൽഖുഷിനെ പൊട്ടിക്കുന്നു. ടോപ്പ് ബോയ് എവിടെയാണ്? നമുക്ക് ഇങ്ങോട്ട് പോകാം. ടീം 17ലേക്ക് പോകുമ്പോഴത്തേക്കും 17 ഒരു കില്ലെടുത്തിരിക്കുകയാണ്. 17 പൊട്ടിച്ചിരിക്കുന്നത് 13 ആണ്. 13 PMB ആണ്. PMBയിലെ ദിൽഖുഷിനെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഇതാ നമ്മൾ 7ലേക്ക് നോക്കുമ്പോഴത്തേക്കും 17 ഒരു കില്ലെടുത്തിരിക്കുന്നത് 17 ഹൂണിഗൺ ടീമാണ്. ഹൂണിഗണിലെ കില്ലെടുത്തിരിക്കുന്നത് ആരാണ്? ഏജൻറ്റ് റീനോ അല്ല, ടോപ്പ് ബോയ് 4 ആണ് എടുത്തിരിക്കുന്നത്. അവർ അടുത്ത PMBയിലെ അമലിനെ ലക്ഷ്യമാക്കിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അമൽ ഇതാ ഇറങ്ങിപ്പോയിരിക്കുന്നു. അമലിനെ ഊസിയാണ് കയ്യിരിക്കുന്നത്. പക്ഷേ ടോപ്പ് ബോയുടെ ബെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഡാമേജ് നന്നായിട്ടുണ്ട്. ഇതാ അമലിനെ പിന്നെയും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അമലിനെ ഇതാ കയറി ബട്ട് ടോപ്പ് ബോയ്ക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. ടോപ്പ് ബോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഇപ്പം ടോപ്പ് ബോയ് ചെല്ലുന്നിടത്ത് 2 പേരുണ്ട്. ഏജൻറ്റ് 47 റിനുവും ടോപ്പ് ബോയും കൂടെ ചേർന്നാണ് പൊട്ടിക്കാൻ നോക്കിയത്. ബട്ട് നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ടോപ്പ് ബോയ് ചെന്ന് കയറുന്നത് അപകടത്തിലേക്കുള്ളതാണെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം ഇതാ DOP 46 കയറി ചെല്ലുവാണോ? ഇതാ DP 46 കയറി ചെല്ലുന്നതാണ്. ഊസിയാണ് കയ്യിരിക്കുന്നത്. DP 46 ആളെ കണ്ടില്ല. ഇതാ 2 പേര് നിൽക്കുന്നു. DP 46 പുറകിൽ നിന്ന് പൊട്ടിക്കുന്നു. ടോപ്പ് ബോയിനെ നോക്ക് ചെയ്തിരിക്കുന്നു. ഇതാ DP 46 ഓക്കെ. DP 46നെയും നോക്ക് ചെയ്തിരിക്കുകയാണ്. DP 46നെ തീർത്തിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ ഏജൻറ്റ് 47 റിനു DP 46 സ്റ്റോൺ നേരത്തെ പൊട്ടിക്കാനുള്ളത് ഇതാ ഓക്കെ. നമ്മുടെ ഹൂണിഗൺ ടീമിനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിരിക്കുന്ന സീനാണ്. ഹൂണിഗൺ ടീമിന് 1 കില്ലേ കിട്ടിയിട്ടുള്ളൂ. അതായത് MDMA ടീം ഇപ്പം മൊത്തം 3 കില്ല് എടുത്തിരിക്കുന്നു. ദിൽഖുഷ് ആദ്യം തന്നെ ഡെഡായെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പ്രതികാരം അവർ വീട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന DP റീനോ ആയിരുന്നു തോന്നുന്നു. DP റീനോ ആളുടെ പേരെന്നായിരുന്നു? വെറുതെ ഒരു മിസ്ഫയർ. DP 46 ആണ്. DP 46 നല്ലൊരു ചാൻസ് ആയിരുന്നു പുറകിൽ നിന്ന് പൊട്ടി. എന്തുകൊണ്ട് DP 46 പൊട്ടിച്ചില്ല എന്നുള്ളതിനൊരു ചോദ്യം തന്നെയാണ്. ഊസി ആയിരുന്നു ജസ്റ്റ് 2 പൊട്ടി കൊടുത്താൽ 2 പേരും തീർന്നേനെ. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സീനാണത്. ബട്ട് DP 46 ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളെങ്കിൽ നമുക്ക് അടുത്തായിട്ട് പോകേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത്? എന്തുവാടാ അടുത്തടുത്ത് ആരും ഇല്ലേ? കൊച്ചുറപ്പിനൊക്കെ മാറി കേട്ടോ. വേറെ വണ്ടി ഓക്കെ. ജോൺ വിക്ക് വണ്ടി എടുത്തോണ്ട് ഇവിടെ വരും. ഞാൻ നമുക്ക് വേറെ ഇപ്പോൾ ഒന്നും ആരും അടുത്തടുത്തില്ലെന്നാണ് പറയാനുള്ളത്. 19 ടീമായിട്ട് തുടങ്ങിയ 18 ടീം ആദ്യം തന്നെ തീർന്നിരിക്കുന്ന ഹൂണിഗൺ ടീമാണ്. ഹൂണിഗണിൻ്റെ 1 കിൽ ഹൂണിഗണിലെ ടോപ്പ് ബോയ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യത്തെ കില്ലെടുത്ത ടോപ്പ് ബോയ് ആണ് ഹൂണിഗൺ ടീമാണെന്ന് പറഞ്ഞാലും ആദ്യം വൈപ്പ് അയക്കുന്ന ഹൂണിഗൺ ടീം തന്നെയാണ്. 3 കില്ലോടെ ഇപ്പോൾ MDMA ടീം ആണ് ഏറ്റവും കൂടുതൽ കില്ലോടെ നിൽക്കുന്നത്. കാരണം ഒറ്റ ഇടത്തെ പൊട്ടി നടന്നിട്ടുള്ളൂ. ജസ്റ്റ് നമുക്കിനി അങ്ങോട്ടൊന്ന് പോകണ്ടേ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമ്മുടെ തറവാട് ടീമാണ്. തറവാട് ടീമിൽ 2 പേര് വണ്ടിയിലാണ്. ഓക്കെ, അതിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആൽക്കോ ടീമിനെ പറ്റിയാണ്. കാരണം ആൽക്കോ ടീമിൽ ഒരു പക്ഷേ നമ്മുടെ ജവാൻ കളിച്ചിരുന്നെങ്കിൽ ആ ചോദ്യം എനിക്ക് ഓർഗനൈസേഴ്സ് പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനൊരു 8:45 പറഞ്ഞത്. 8:45 കഴിഞ്ഞാണ് കളി തുടങ്ങിയിരിക്കുന്നത്. ഇച്ചിരി ലേറ്റായി പോയി കാണും ജവാൻ വന്നപ്പം. ബട്ട് ജവാൻ ഒറ്റയ്ക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ജവാൻ ഒറ്റയ്ക്ക് നമ്മളൊരു 9th പൊസിഷനിലെത്തി. ഇവർ വേറൊരു പൊസിഷനിലെത്തിയില്ല. എങ്ങനെയാണ് ജവാൻ ഒരു നല്ല കില്ലും എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ, എങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു സ്കോറ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതിന് നമുക്കിപ്പോഴും ഒരു ഉത്തരവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജവാൻ തിരിച്ചു പോയത്. കാരണം കളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനൊരു പിന്നീട് അത് ബഹളമാകാനേ ചാൻസ് ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ആക്കാച്ചിലെ പാപ്പച്ചൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പാപ്പച്ചൻ ആരെയാണ് നോക്കുന്നത്? ആക്കാശി മൊത്തം ഒന്നിച്ച് തന്നെയുണ്ട്. വണ്ടിയൊക്കെ ഉണ്ടവർക്ക്. പാപ്പച്ചനെ വിട്ടുപോകാം. ഒരിടത്തും ഒരു പൊട്ടൽ നടക്കുന്നില്ല. ആദ്യം തന്നെ മടുപ്പാണോ?
ടീംസ് ഭയങ്കര കുറവാണ്. 19 ടീംസ് ഉണ്ടായിരുന്നു, എന്നാലും വൈഡ് സ്പ്രെഡ് ആയിരുന്നു. അതായത് നമ്മുടെ പാപ്പച്ചൻ അക്കാസ്കിയിലെ ടീം അങ്ങോട്ടിലെത്തുമോ? ടൂർണമെൻ്റൊക്കെ നൈസായിട്ട് എനിക്കൊന്ന് നല്ല ദൂരം ലൂട്ട് ചെയ്ത് ആൽക്കോ ടീം ലൂട്ട് ചെയ്ത 2 പേരേ ഉള്ളവർ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയെങ്കിലും പൊട്ടൽ എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ MDMA ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ അമൽ 1 കില്ലും മുഹമ്മദ് യാസിർ 2 കില്ലുമാണ് ആ ടീമിലെടുത്തിരിക്കുന്നത്. ഹുണിയട്ടയാണ് അവരെ തീർത്തിരുന്നത്. സിൻ ടീമിലേക്ക് നമ്മുടെ ഡിയോക്സിസിൻ്റെ അടുത്തോട്ട് ആരോ കയറുന്നുണ്ട്. ടീം 16 ആണ് കയറുന്നത്, തോന്നിയതാണോ? ടീം 16 ബിൽഡിംഗ് ആണ്, ലോഡ് ആകുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ബിൽഡിംഗ് ആയിരുന്നു. അതൊന്ന് ഒരു ടീം 16 വണ്ടിയായിട്ട് പോയി. സിൻ ആർസാനുള്ളത് ടീം ഡിയോക്സിസിൽ ഇൻഫ്ലൈമോ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്ന ആർസനൽ തിരിച്ചു വരുമോ ഇല്ലയെന്നുള്ളതാണ് ചോദ്യം. ഡിയോക്സിസ് ഇൻഫ്ലൈമിനെ സപ്പോർട്ട് ചെയ്യാൻ റിഗൺ വന്നിട്ടുണ്ട്. നമുക്ക് ആർസനിലേക്ക് ഒന്ന് പോകാം. അടുത്ത വണ്ടി നിർത്തുമോ? എങ്ങോട്ടാണ് സിൻ ആശ്രയിൽ പൊക്കോണ്ടിരിക്കുന്നത്? സിൻ പ്രൊഫസറിൻ്റെ അടുത്തോട്ടാണ്, ഐ മീൻ സിൻ ടീമിൻ്റെ അടുത്തോട്ടാണ് അവർ പോകുന്നത്. അവർ ടീമപ്പായി ഒന്നിച്ച് വണ്ടിയെ പോകാനായിരിക്കും പ്ലാൻ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. സിന്നിലെ ആളെ ഒറ്റയ്ക്ക് നമുക്കൊന്ന് വേറെ ഏത് ടീമിലൊക്കെ ഒന്ന് പോകേണ്ടത്. നമുക്ക് ടീം മാസ്റ്റർ മൈൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ടീം മാസ്റ്റർ മൈൻഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവർ 3 പേരേ ഉള്ളൂ. വർഗീസ്, പട്ടാളംപുരിച്ച്, നൈറോബി. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് ടീമിലെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഓഗ് 47 അല്ലെങ്കിൽ സെയിൻ ദി OC, ഇവർ 2 പേരും ഒരാൾ തന്നെയാണ്. ഇന്ന് എത്തിയിട്ടില്ല എവിടെയും. ഇപ്പം അവർക്കും എത്തിയിട്ട് മാപ്പ് ഇല്ലാത്തതുകൊണ്ട് പോയതാണോന്ന് അറിയത്തില്ല. ചിലപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്താലും ഈ പർട്ടിക്കുലർ മാപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു ഇഷ്യൂ ആണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് പോയതാകാം. ഇവർക്ക് ഇന്ന് മാസ്റ്റർ മൈൻഡിൽ ഇപ്പോൾ നൈറോബിയും അതുപോലെ പട്ടാളംപുരിച്ചും വർഗീസും മാത്രമേ ഉള്ളൂ. അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഓഗ് 47 ഇന്നില്ല. ഉണ്ടാവും, നമുക്ക് നോക്കാം. ബട്ട് ആരും അടുത്തടുത്തില്ല എന്നുള്ളതാണ്. ഇത് ഇവർ പൊക്കോണ്ടിരിക്കുന്ന സോൺ ഔട്ടിലിനെ അടുത്തോട്ട് ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നൈറോബിയെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി തപ്പിയാണ് ഇവർ പോകുന്നതെന്ന് തോന്നുന്നു. സോൺ ഔട്ട് എത്തിയിട്ടുണ്ട്. എന്തിനാണ് പട്ടാളംപുരിച്ച് 2 ഒന്നിച്ച്? ചേട്ടാ, നൈറോബി എന്ത് ചെയ്യും? നൈറോബി ഒറ്റയ്ക്ക് ഇവിടെ മാറിയിരിക്കുക. നൈറോബി നെറ്റുണ്ടോ? ഓക്കെ, നൈറോബി ഓടിപ്പോകുക കേട്ടോ ഫോണിലേക്ക്. അത് വിടാം. എക്സൗട്ടിന് എല്ലാവർക്കും ഇപ്പോൾ ഒരുമാതിരി ടീമൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടീം നമ്പർ 14ലേക്ക് പോകുമ്പോൾ ടീം നമ്പർ 14 അടുത്ത് തന്നെ ടീം നമ്പർ 10 ഉണ്ട്. ടീം നമ്പർ 14 എന്ന് പറയുമ്പോൾ സ്ക്വാഡ് 98 ആണ്. ടീം നമ്പർ 10 എന്ന DCs ആണ്. DCസിൻ്റെ അടുത്തോട്ടാണ് ഇവർ ഓടി ചെല്ലുന്നത്. എന്താകും? ഇല്ലല്ലോ, എനിക്ക് ഈ ലോഡ് ആകാത്തതുകൊണ്ട് ബിൽഡിങ്സ് നമുക്ക് പതുക്കെ ലോഡായി വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഐഡിയ കിട്ടത്തില്ല. ഇതാ ഇത്രയും മാറിയാണ് DCs. അതിൽ തന്നെ DCs 2 പേര് വണ്ടിയിൽ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. സ്ക്വാഡിലെ മിഥുൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു DCs ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് തൊട്ടടുത്ത് തന്നെ വേറൊരാൾ വണ്ടിയിൽ വരുന്നുണ്ടല്ലോ. അങ്ങനെ സൂം ചെയ്ത് നോക്കാം. അതെ, നമ്മുടെ ജോബ്ലെസ് എഞ്ചിനീയറിൻ്റെ ടീമാണ്. അതാ പൊട്ടുന്നു. ജോബ്ലെസ് എഞ്ചിനീയറിലേക്ക് പൊട്ടിക്കുകയാണ്. DCസിനെയാണ് പൊട്ടിക്കുന്നത്. ലീജൻ ഓഫ് ഡീംസ് 2 പേരുള്ളൂ. ആൽഫ റേഞ്ച് ജോബ്ലെസ് എഞ്ചിനീയർ മാത്രമേ ഉള്ളൂ. അവിടെ മറ്റേ ഗോൾഡൻ കാറാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങോട്ട് തോന്നുന്നു. ഇതാ ലീജൻ ഓഫ് ഡീംസിൻ്റെ എൻ്റെ ടീം ഒരാവശ്യമില്ലാത്ത അവസ്ഥയായിരുന്നു തോന്നുന്നു. ലീജൻ ഓഫ് ഡീംസ് 2 പേരെയും തീർത്തിരിക്കുകയാണ്. തീർത്തത് മറ്റേ DCസിലെ ആളാണ്. DCസിലെ എനിഗ്മ 1 കില്ലും അതുപോലെ തന്നെ 1 കില്ല് എടുത്തേക്കുന്ന എനിഗ്മയും ഡോപ്പും ആയിരിക്കും. ഓക്കെ, ഡോപ്പ് 1 കില്ലാണ് എടുത്തേക്കുന്നത്. DCസിലെ 2 കില്ല് എടുത്തേക്കാണ്. ജസ്റ്റ് അവർ കയറി ചെന്ന് കൊടുത്തതാണെന്ന് തോന്നുന്നു ലീജൻ ന്യൂസിൽ നിന്ന്. അപ്പോൾ രണ്ടാമത്തെ ടീം വൈപ്പ് അയക്കുന്നത് ലീജൻ ന്യൂസ് ആണ്. തീർത്തിരിക്കുന്ന ടീം DCs ആണ്. DCസിലെ ഡോപ്പും എനിഗ്മയും 1 കിലോ വെച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ DCസിന് തൊട്ടടുത്തുള്ള വേറെ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് ടീം 14 ആണ്. ടീം 14 സ്ക്വാഡ് 98 ആണ്. ആർക്കും വരുന്നുണ്ട് എന്താ ഇപ്പം? ഓക്കെ, ഡോപ്പ് വണ്ടി എടുത്തു. ഇനി നമ്മൾ കാണുന്നത് മാസ്റ്റർ മൈൻഡ് തന്നെ സോണിൻ്റെ അങ്ങ് പുറത്ത് കിടക്കും. അതേ ഇവിടെ 2 ടീം കിടക്കുന്നു, നോക്കാം. ടീം നമ്പർ 16 ടീം നമ്പർ 22. ടീം നമ്പർ 22 നമുക്കറിയാം ആസ്ഗൺസ് ആണ്. ടീം നമ്പർ 16 നമുക്ക് സിന്നാണ്. സിന്നും ആസ്ഗൺസും കൂടെ പൊട്ടി എന്താണ് ഇവിടെ മാത്രം. ഓക്കെ, ഇതാ പ്രൊഫസറിനെ ആസ്ഗൺസിലെ പ്രൊഫസറിനെ പൊട്ടിച്ചിരിക്കുകയാണ്. സിന്നിലെ പാനിൽ കയറി വന്നത് ബ്രൂസിനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിന്നിൽ എല്ലാവരും കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് നൂബ് അസ്തർ നൂബെന്നാളത് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നൂബിനെ തീർത്തിരിക്കുകയാണ്. സിൻ അസ്തർ കയറി ചെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിൻ എന്ന് പറഞ്ഞ ടീം ഇപ്പം അടുത്ത വൈപ്പ് ചെയ്തിരിക്കുകയാണ്. 4 പേരുണ്ട്. 4 കില്ലിനെ എടുത്തിരിക്കുകയാണ്. 4 കില്ലിൽ സിൻ അൾട്ര 1 കില്ല് എടുത്തിരിക്കുന്നു. സിൻ പ്രൊഫസർ കില്ലൊന്നും എടുത്തില്ല. സിൻ ആസ്ട്രേലിയൻ കില്ലൊന്നും എടുത്തില്ല. അപ്പോൾ സിൻ പാനിക് ഇതാ 3 കില്ല് എടുത്തിരിക്കുകയാണ്. സിൻ പാനിക്കാണെന്ന് നമ്മുടെ പാനിക് CG നമ്മുടെ കഴിഞ്ഞ കളിയിൽ ഓവർ പവേർഡ് കളിയാണ് ആൾ കളിച്ചത്. വമ്പൻ കളിയാണ് കളിച്ചത്. ഇന്നും 3 കില്ലോടെയാണ് പുള്ളിയുടെ തുടക്കം. ഒരു ടീമിനാണ് വൈപ്പ് ചെയ്തിരിക്കുന്നത്. ടീമിനെ വൈപ്പ് ചെയ്തു. അപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, അവർ ആസ്ഗൺസ് എന്ന് പറഞ്ഞ ടീമാണ് മൂന്നാമത്. അപ്പം മൊത്തത്തിൽ വൈപ്പ് തീർന്നേക്കുന്ന ടീം അവരെയാണ് വൈപ്പ് ചെയ്തത്. ഇപ്പോൾ ആസ്ഗൺസിലെ അതിലെ 3 കിലോ എടുത്തേക്കുന്ന പാനിക് തന്നെയാണ്. അത് നല്ലൊരു ഇതായിരുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇനി നമ്മൾ പൊട്ടാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും.
ടീം 25 ടീം 21 കൂടെ നിൽക്കുമ്പോൾ ടീം 21 എന്ന് പറയുമ്പോൾ നമ്മുടെ നാഗാസാണ്. ടീം 25 എന്ന് പറയുമ്പോൾ ഗോഡ്സെൻ്റാണ്. ഗോഡ്സെൻറ്റും നാഗാസും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇവർ കവറൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോഡായി. അതെ, നമ്മുടെ നാഗാസിലേക്ക് 2 പേരേ ഉള്ളൂ. സോൾ നിജോയും ഞാൻ പാവും മാത്രമേ ഉള്ളൂ. ഓൾറെഡി മെമ്പേഴ്സ് ഇല്ലാത്തൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാവത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഞാൻ പാവ കയറി പുഷ് ചെയ്യുകയാണ്, ഗോഡ്സെൻ്റെ അടുത്തോട്ട് പുഷ് ചെയ്യുകയാണ്. എല്ലായിടത്തും ആളാണ് അവിടെ. ഞാൻ പാവത്തിനെ മാത്രം ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും സ്മോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും കാണുന്നത് 416 ഉണ്ട് ആളുടെ കയ്യിൽ. ഇപ്പോൾ പൊട്ടിക്കുന്നു, ബട്ട് വേറെ പൊട്ടിക്കാൻ നടക്കുന്നു. സോൾ നിജോ കയറി ചെല്ലുന്നു. സോൾ നിജോ കവർ എടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് ഇതാ ഒരാളെ തീർത്തിരിക്കുകയാണ്. സോൾ നിജോയെ നോക്ക് ചെയ്തിരിക്കുന്നു, ലൈറ്റ്നിങ്ങിനെ നോക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ പാവം 2 നോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സോൾ നിജോയെ രക്ഷിക്കണം. ബാക്കി 2 പേരുടെ അടുത്തൊന്നും ഇത് പോകണം. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇതാ പൊട്ടിക്കുന്നു. വൈപ്പാണ്. അതായത് ടീം 25 ഗോഡ്സെൻ്റാണ് ഇപ്പോൾ വൈപ്പ് ചെയ്തിരിക്കുന്നത്. നാഗാസിനാണ് വൈപ്പ് ചെയ്തത്. ഇപ്പോൾ എല്ലാം കൂടെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ ഞാൻ പോയി നോക്കുമോ? നമുക്ക് വേറെ ഏതാ ടീം? സിന്നിലേക്ക് പോകുമ്പോൾ സിൻ അടുത്ത വൈപ്പ് തീർത്തിരിക്കാൻ തോന്നുന്നു. സിൻ അടുത്ത ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുന്നത് മൊത്തം 7 കില്ലോടെയാണ് നിൽക്കുന്നത്. പാനിക്ക് ഇപ്പം 3 കിലോ മാത്രമേ ഉള്ളൂ. അപ്പം പാനിക്കിന് ഇതിൽ റോളില്ലായിരുന്നു. അൾട്ര 2 കില്ലോട്ട് മാറിയിരിക്കുന്നു. പ്രൊഫസർ 1 കില്ലോട്ട് മാറിക്കുന്നു. അസ്രയിലും 1 കില്ലോട്ട് മാറിയിരിക്കുന്നു. അവർ 7 ടീമിനെ വൈപ്പ് ചെയ്താൽ നോക്കിയാണ്. ടീം 22 എന്ന് തോന്നുന്നു. ടീം 22 ആഫ്ഗൻസിനെ വേറെയാണ് വൈപ്പ് ചെയ്തത്. സോൾ നിജോയെ വൈപ്പ് ചെയ്തു. ടീം 13 ആണ്. PMBനെയാണ് അവർ വൈപ്പ് ചെയ്തത് കേട്ടോ. PMBനെയാണ് അവർ വൈപ്പ് ചെയ്തിരിക്കുന്നത്. PMB നല്ല കളി കളിച്ച് വന്നതാണ്. നമുക്ക് ഇനി അടുത്ത് എങ്ങോട്ടൊന്ന് പോകണ്ടത്. സിനി ഇപ്പോൾ പൊട്ടിച്ചായിരുന്നോ? ഇതാ സിനിൻ്റെ അടുത്ത് ടീം 18 പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം 18 നമുക്കറിയാം ഡിയോക്സിസ് ആണ്. ഡിയോക്സിസ് ആയിട്ടുള്ള പൊട്ടിയാണ് നടക്കുന്നത്. മറ്റേ ഡിയോക്സിസ് എന്ത് ചെയ്യും? ഇൻഫ്ലെയിം മീൻ 3 പേര് ഇപ്പോഴും ഉണ്ട്. അവർ 2 പേര് വണ്ടിയിലാണ്. ഡൂഡിൽ എന്ത് ചെയ്യും? ഡൂഡിൽ ഓടി കയറുവാണ്. അവർ സിനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഡി സി ആയിട്ടൊരു പൊട്ടി നടക്കുന്ന DCSലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് SQD ജസ്റ്റ് ലോഡാകുന്നുമില്ല. നമ്മൾ പോവാണ്. അതായത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു DCS അതുപോലെ SQD 19 കൂടെയുള്ള പൊട്ടിയാണ് നടക്കുന്നത്. നോക്കി ചെയ്തിരിക്കുകയാണ്. ഇതാ DCSയിൽ അടുത്ത ആൾ കയറി വരുന്നു. തീർത്തിരിക്കുന്നു. അപ്പം ഇപ്പോൾ DCSയിൽ 2 പേര്, എന്നാലും 14 തീർന്നിട്ടില്ല. 14 ഇനിയുണ്ട്. ആസിക്കിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ആസിക്ക് കറങ്ങി വരികയാണ്. ആസിക്ക് എന്ത് ചെയ്യും? ആസിക്ക് നൈട്രോ പൊട്ടിക്കുമ്പോൾ കൊണ്ടില്ല, ബുള്ളറ്റ് ഒന്നും തന്നെ കൊണ്ടില്ല. M762 ആണ്. നല്ല റീകോയിലുള്ള കണ്ണാണ്. ആളുടെ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. DCS ഇവിടെ നിൽക്കുന്ന 3 പേരുണ്ട്. ഇതേ സമയത്ത് KLCയിലെ ആൾക്കാർ എക്സൗട്ടിനെ തീർത്തുകൊണ്ടിരിക്കും. എക്സൗട്ട് അവിടെ ഭയങ്കര പൊട്ടിയാണ് നടക്കുന്നത്. കുറച്ച് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആഷിക്ക് മാത്രമേ ഉള്ളൂ. സെയിം ടൈമിൽ നിബൂസ് ഓർട്ടോൺസിലെ നിബൂസാണ് കേരള കമാൻഡോസുമായിട്ട് അവിടെ പാരലായിട്ടൊരു പൊട്ടി നടക്കുന്നത്. അതൊരു വമ്പം പൊട്ടിയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് എക്സൗട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. എക്സൗട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? എക്സൗട്ടിൽ 2 പേര് ജാങ്കോയും സുയിസും തീർന്നിരിക്കുകയാണ്. എക്സൗട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ടീം 15 ആണ്. ടീം 15 ഓർട്ടോൺസായിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൗട്ടിന് മൊത്തത്തിൽ 1 കില്ലാണുള്ളത്. നമ്മൾ ഓർട്ടോൺസിലേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഓർട്ടോൺസിനും മൊത്തം 1 കില്ലേ ഉള്ളൂ. ആ കില്ലെടുത്തേക്ക് നിബൂസാണ് കില്ലെടുത്തേക്കുന്നത്. അപ്പോൾ എക്സൗട്ടും മാറിയാണ് നിൽക്കുന്നത്. നിബൂസൊക്കെ ഇച്ചിരി നല്ല ഡിസ്റ്റൻസിലാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് തിരിച്ച് പോയേക്കാം നോവയിലേക്ക്. നോവ തീർത്തോ ടീമിനെ? ഓക്കെ, DCS മൊത്തം 6 കില്ലെടുത്തിരിക്കുകയാണ്. DCSന് തൊട്ടടുത്ത് തന്നെ തറവാട്ട് ടീമുണ്ട്. ഇവിടെ വൈപ്പാണ് നമ്മൾ കണ്ടത്. വൈപ്പ് ചെയ്തു. നമുക്ക് മൈ ഗോഡ്, നമ്മുടെ ഇതിലേക്ക് പോകണം. കാരണം മാസ്റ്റർ മൈൻഡിനെയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ മൈൻഡാണ് പൊട്ടിച്ചത്. നമുക്ക് ജോജിയിലേക്ക് പോകുമ്പോഴത്തേക്കും ജോജിയുടെ അടുത്ത് തന്നെ മാസ്റ്റർ മൈൻഡ് ടീമുണ്ട്. മാസ്റ്റർ മൈൻഡാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജോപ്പൻ ഇതെടുത്ത് ലോഡാകും പെട്ടെന്ന് ലോഡാകും. ഇതാ വിങ് ജോപ്പൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. മാസ്റ്റർ മൈൻഡ് വർഗീസ് നൈറോബി പട്ടണം പൊളിച്ച് നോക്കാണ്. ജോസഫിനെ തീർക്കാനാണ് ശ്രമിക്കുന്നത്. ബട്ട് വർഗീസിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും കാണുന്നത് ജോപ്പനെ അവർ ഇത് ചെയ്യുന്നു. ഇന്ത്യയെ നമ്മുടെ പട്ടാളം പുരുഷ നമ്മുടെ തറവാട്ട് ടീമിലെ ബാക്കി 2 പേര് എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തറവാട്ട് ടീമിലെ ബാക്കി 2 പേരിലേക്ക് ഒന്ന് നമുക്ക് പോകാം. സെയിൻറ്റ് ഷാഡയും വിങ് ജോപ്പനുമാണ്. വിങ് ജോപ്പൻ അവർ ഇതാ പൊട്ടിക്കുന്നു. ജോസഫിനെ പൊട്ടിക്കുന്നു. തീർന്നിട്ടില്ല എന്നിട്ടും. ഇത്രയും പൊട്ടിച്ചിട്ട് എന്നാടാ വർഗീസ് നീ തീർക്കാത്തത്? വർഗീസിന് ഇത്രയും ബുള്ളറ്റൊക്കെ ഉണ്ടായിട്ട് പോലും വർഗീസിന് തീർക്കാൻ പറ്റുന്നില്ല. ജോപ്പനിലേക്ക് നോക്കുന്നു. ജോപ്പനിലേക്ക് ഇതാ ആള് 8x മറ്റേ നമ്മുടെ ബട്ട് പറ്റുന്നില്ല. വർഗീസ് ജോജി തീർത്തിരിക്കുകയാണ്. ജോപ്പനും കൂടി ഉള്ളൂ. ഇവർ സോണിൻ്റെ പുറത്താണ്. ലൈഫ് പോകുന്നുണ്ട് ഈ സമയത്ത്. അവർ വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ്. പക്ഷേ ജോജി നമ്മുടെ പ്രതികാരം ചെയ്യാനായിട്ട് ഇപ്പോൾ സത്യത്തിൽ ഇവിടെ തന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ജോപ്പനും അതുപോലെ തന്നെ ജോജി ഒരു സൈഡിലും മറ്റു 2 പേര് വേറൊരു സൈഡിലാണ് നിന്നത്. ഇവർ നൈസായിട്ട് ജോപ്പൻ തിരിച്ചു വരുന്നുണ്ട്. ജോപ്പൻ പൊട്ടിക്കാൻ നോക്കുന്നു. ബട്ട് അവരത് കൂസലാക്കാതെ വിട്ടു പോവുകയാണ്.
ഓക്കെ, അവരങ്ങനെ വിട്ടു പോയിക്കട്ടെ, അതായിരിക്കും അവർക്കും നല്ലത്. ജോപ്പൻ പുറകെ നിന്ന് പൊട്ടിക്കുന്നു, ബട്ട് ഒരു ഗുണവും ഇല്ല. സോണിൻ്റെ പുറത്താണ്, ജസ്റ്റ് ഡാമേജ് കിട്ടിയത് അവർക്ക് വലിയ ഇതാണ്. നമ്മൾ ജോപ്പനിലേക്ക് പോകുമ്പോൾ ജോപ്പൻ ലൈഫ് ഉണ്ടോ? ജോപ്പൻ ഇതാ ബഗിയൊക്കെ എടുത്തു. ജോജി അവിടെ തീർത്തിരിക്കുകയാണ്, ഇവർക്ക് കില്ലൊന്നും കിട്ടില്ല. ജോജിയുടെ ലൂട്ടാണ് ഇപ്പം, ജോജിയുടെ പെട്ടിയാണ് ഇപ്പം ലൂട്ടിക്കൊണ്ടിരിക്കുന്നത് ജോപ്പൻ. നിങ്ങൾക്ക് മൊത്തം ഇപ്പോൾ 12 ടീംസ് ഉണ്ട്. 12 ടീംസിലേക്ക് നമുക്ക് ആരെയും ഒന്ന് ഫോക്കസിലോട്ട് പോകേണ്ടത് ഏത് ടീമിനെയാണ്? നമുക്ക് തറവാടിന് തന്നെ ബാക്കി ടീംസിലേക്ക് പോകാം. തറവാടിലെ ജിബിനും സെയിം ഷാഡോയും വണ്ടിയിൽ ലോഡാകും. ഓക്കെ, വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെന്ന് കയറി കൊടുക്കുന്ന ഡീസൽസിൻ്റെ അടുത്തോട്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുമെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. സോണിലേക്ക് ഇവരെ നോക്കിയാണ് പോകുന്നത്. ബട്ട് ഡീസീസ് വണ്ടി എടുത്ത് പോവുകയാണ്. ബട്ട് ഡീസീസ് 2 വണ്ടിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. തൊട്ട് പുറകെ ഇവർ വരുന്നുണ്ട്. നമ്മുടെ ഓക്കെ, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന തറവാട് ടീം തൊട്ട് പുറകെ വരുന്നുണ്ട്. ബട്ട് ഇവർ സ്പീഡിൽ പോയിട്ടുണ്ട്. നമ്മൾ തറവാട്ടിലേക്ക് തറവാട് ഒരു മിന്നായം പോലെ അവരെ കണ്ടിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയോ ലൈഫ് കൂട്ടുകയോ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. 2 പേർക്കും സെയിം ഷാഡോയ്ക്കും സെയിം ടൈമിൽ ജിബി ജോൺ ലൈഫ് നല്ല കുറവാണ്. ഷോപ്പൻ വണ്ടി ഓടിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ടേക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഡീസീസിൻ്റെ വണ്ടിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കിങ്ങനെ പോയി നോക്കാം എന്തെങ്കിലും നടക്കുമെന്ന്. ഡീസീസ് അങ്ങ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഒരാളുടെ അടുത്തേക്ക് പോകും. എക്സൗട്ടൊക്കെ സോണിൻ്റെ പുറത്താണ്, ജോപ്പൻ സോണിൻ്റെ നല്ല പുറത്താണ്. നമുക്ക് ഡീസീസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഡീസീസ് ചെന്ന് കയറുന്ന ടീം നമ്പർ 12 ടീം നമ്പർ അക്കാസ്കിയാണ്. അക്കാസ്കി ഇതുവരെ നമ്മൾ അക്കാസ്കിയിലോട്ട് പോയില്ലായിരുന്നു. ഇത് അക്കാസ്കിയുടെ സെൻറ്ററിലോട്ടാണ് ഇന്ന് കയറിയെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇത് പൊട്ടി തുടങ്ങി, 2 സൈഡിൽ നിന്നും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നൈട്രോനെ നോക്ക് ചെയ്തിരിക്കുന്നു, 2 സൈഡിൽ നിന്നും, അതായത് എനിക്മയെ നോക്ക് ചെയ്തിരിക്കുന്നു. ഇതാ അക്കാസ്കി കയറി പുഷ് ചെയ്യാണ് അക്കാസ്കിയിലെ. പക്ഷേ നോവ ഗ്ലിച്ചിനെ തീർത്തിരിക്കുകയാണ്. ഇത് അക്കാസ്കിയിലെ കക്കാശി പൊട്ടിക്കുന്നു. കക്കാശി നൈട്രോ തീർക്കുമോ? ഇതുവരെ തീർത്തിട്ടില്ല. ലൈഫ് നന്നായിട്ട് ഡാമേജ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡീസീസിലെ നോവ മലയുടെ മണ്ടലോട്ട് കയറി പോകുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്കാശിയിലേക്ക് നമുക്കൊന്ന് പോകാം. കക്കാശി പെട്ടെന്ന് പോകും. ഓക്കെ, കക്കാശിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇതുവരെ കണ്ടില്ല ആളെ. ഇതാ ഇവിടെ ഒളിച്ചിരിക്കുന്നു കണ്ടില്ലടാ. തൊട്ട് പുറകെ ഉണ്ടായിരുന്നടാ. പൊട്ടി. ഓ, ഇവരെല്ലാം പൊട്ടി. ഓ, നൈട്രോയെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതൊരു അവരുടെ നല്ല ടീം ഒന്നിച്ച് കയറി കളിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഡീസീസിൽ ഇപ്പോൾ ഡീസീസ് ഇപ്പം നോക്കാമെന്ന് അറിയുമ്പോൾ അറിയാം ഡീസീസിൽ ഒരാളും കൊണ്ട് എവിടെ. ഓ, നൈട്രോ തീർന്നിരിക്കുന്നു. നൈട്രോയെ കക്കാസ്കിയിലേക്ക് പോകുമ്പോൾ 2 കില്ലായിട്ട് തന്നെ ഗ്ലിച്ചിനെ അവർ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീസീസിലേക്ക് ബാക്കി പോകണമല്ലോ. ഡീസീസിൻ്റെ ഒരു ഇതെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഡീസീസ് ഇതാ ഗ്രനേഡ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നു. നോവ 2 കില്ല് എടുത്തുണ്ട്. ടീം മൊത്തത്തിൽ 7 കില്ലാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു കില്ല് അക്കാസ്കിയുടെ ആയിരുന്നു തോന്നുന്നത്. അക്കാസ്കിയിലെ ഒരാളെയാണ് തീർത്തിരിക്കുന്നത്. ബട്ട് ഇനിയിപ്പോൾ കാണുന്ന ഗ്രനേഡൊക്കെ ഇട്ടാൻ ശ്രമിച്ചാലും ഇപ്പോൾ സ്പോട്ട് ചെയ്താൽ തീർന്നു. കാരണം അവർ 3 പേരും കൂടെ ഒന്നിച്ച് വന്നാൽ ഒരു പക്ഷേ നോവയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് തോന്നുന്നില്ല അവർ നോവയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്. വേറെ എവിടെയെങ്കിലും പോയാലോ? ഇത് തന്നെ ഇതിനിടയ്ക്ക് വേറെ പൊട്ടി നടക്കുന്നത്. കക്കാശിക്ക് ലൈഫ് വന്നിട്ട് പറയുന്നുണ്ടല്ലോ. ആരാണ് കക്കാശിയെ പൊട്ടിച്ചത്? നോവയാണോ പൊട്ടിച്ചത്? ഇവിടെ അടുത്ത് തന്നെ വേറെ ആരുമില്ല. ഇവിടെ അടുത്തൊന്നും തന്നെ ആരും തന്നെ ഇല്ല. ഇതാ ടീം വേറെ റിഫ്റ്റ് നടക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. MDM എനിക്കെന്നെ ഇത് ലോണാകട്ടെ. അതായത് ടീം 7 ആണെന്ന് തോന്നുന്നു തീർക്കുക. എനിക്ക് 7 അങ്ങോട്ട് സ്കോപ്പ് പോലും ചെയ്യാൻ പറ്റും, സ്പെക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ടീം നമ്പർ 25 ആണ്. ടീം നമ്പർ 25 7 കൂടെ. അതിന് തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 15 ഓർഫ്രോൺസും ഉണ്ടെന്നുള്ളതാണ്. സെയിം ഷാഡോയാണ് തീർക്കാൻ ശ്രമിക്കുന്നത്. സെയിം ഷാഡോയെ ഗ്രനേഡിട്ട് തീർത്തിരിക്കുന്നു. സെയിം ഷാഡോയെ തീർത്തിരിക്കുന്നത് ടീം നമ്പർ 25 ഗോഡ്സെൻ്റാണ് തീർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ടീം നമ്പർ 7 ആരുണ്ട്? ടീം നമ്പർ 7 വിങ് ജോപ്പനും കൂടി ഉള്ളൂ. അതായത് നമ്മൾ അവർ കില്ലൊന്നും തന്നെ ഇതുവരെ എടുത്തിട്ടില്ല. MDMA പട്ടാളം പുരുഷനെ പൊട്ടിക്കുന്നു. ഇവിടെ വർഗീസിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് എന്നാന്ന് വെച്ചാൽ നൈറോബിയൊക്കെ ഉണ്ട്. നൈറോബി നോക്കാണ്. ഇനി വർഗീസും കൂടെ ഉള്ളൂ. വർഗീസിനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന MDMA ആളാണ്. ഓക്കെ, MDMA ഒരാളെ വർഗീസ് നോക്കിയിട്ടുണ്ട്. ഓ, ബസ് MDMA കിഡ് തീർത്തിരിക്കുകയാണ്. മാസമേ ടീമിനെ തീർത്തിരിക്കുകയാണ് MDMA കിഡ്. നമ്മൾ MDMA ടീമിലേക്ക് പോകുമ്പോഴത്തേക്കിനും 2 പേരുള്ള ഒരു 3 കില്ല് എടുത്തിട്ടുണ്ട്. സോൺ എത്തിയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുണ്ട്. ലാസ്റ്റ് സോണിലേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർ മാസ്റ്റർ മൈൻഡ് ടീമിനെയാണ് വൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ജോപ്പനിലേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്നത് ജോപ്പൻ വണ്ടിയൊക്കെ ഓടിച്ച് നൈസായിട്ട് സോണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ എത്തിയ അവരുടെ ടീം മെമ്പേഴ്സ് എക്സിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല അവരുടെ ലൈഫ്.
നോവയിലെ നോവ ഒറ്റയ്ക്ക് തീർത്തോ? ഇല്ല നമ്മൾ ഇവിടെ അക്കാസ്കിയാണ് ടീം. അക്കാസ്കിയിലേക്കാണ് അവർ രണ്ടിച്ചിട്ട് മാറിയിട്ടുണ്ട്. നോവ ഇപ്പോൾ ഓടിച്ചിരുന്ന സിൻ ടീമിൻ്റെ അടുത്തേക്കാണ്. ഇതാ സിൻ ടീം നോവനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, കിടന്ന് പൊട്ടിക്കുന്നത് നോവ. തീർത്തോ? ഓക്കെ, തീർത്തിരിക്കുകയാണ്. അപ്പം ആ കില്ല് സിന്നിന് കിട്ടി. മൊത്തം 8 കില്ല് എടുത്തിരിക്കുന്നു സിൻ. വീണ്ടും അവർക്ക് അതായത് ടീം 18 ഡിയോക്സീസും അതുപോലെ തന്നെ ഗോഡ്സെൻറ്റും അതുപോലെ തന്നെ ഓർട്ടോൺസും ഇത് അക്കാസ്കിയും അതുപോലെ തന്നെ ടീം നമ്മുടെ സിന്നും കൂടെ പൊട്ടിട്ടാണ് ഇവിടെ നടക്കുന്നത്. നോക്കുന്നിടത്തല്ലടാ അവരിത് ആരെയും ഇവർ പൊട്ടിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗോൾഡൻ കാർ ഇവിടെ കേട്ടോ ഗോൾഡൻ കാർ കിടക്കുന്നത്. ഡിയാരുടെ ലൈറ്റിംഗ് ഓർട്ടോൺസുമായിട്ടൊരു കുട്ടി നടന്നു. ഓർട്ടോൺസിന് തീർത്തോ? നമ്മൾ ഗോഡ്സെൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്നത് ഗോഡ്സെൻ്റ് അതുപോലെ തന്നെ റാങ്ക് ഓർട്ടോൺസാണ് പൊട്ടിക്കുന്നത്. ഇത് അടുത്ത ആളെയും പ്രവീണയും ഇത് നോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ലോണി ബോൾസ് ഫ്ലോക്കി എല്ലാവരും നോക്കാണ്. ആരെ ജീവനോടുള്ളപ്പം ഫ്ലോക്കിയാണ്. ഫ്ലോക്കി തീർത്ത് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. റിയാഡ് ലൈറ്റിനിങ് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. മൊത്തം 8 കില്ല് എടുത്തിരിക്കുന്നു. ആരും തന്നെ ഇട്ടിട്ടില്ല. ഗോഡ്സിൻ്റെ ഇപ്പം മൊത്തം 8 കില്ല് എടുത്തിരിക്കുന്നു. അവർ ഓട്ടോൺ ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. അതായത് അക്കാസ്കി ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ജോപ്പൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കുകയാണ്. ജോപ്പൻ്റെ അടുത്ത് തന്നെ അക്കാസ്കി ടീമുണ്ട്. എന്ത് ചെയ്യും? ജോപ്പൻ ഇതാ കാർണേരിയേറ്റാണ് കയ്യിരിക്കുന്നത്. സ്നൈപ്പിംഗ് പോസിബിൾ ആണോ? MDMA ആണ്. ഓക്കെ, MDMA ആണ്. ബട്ട് അടുത്ത് തന്നെ ഷിറ്റ് MDMA കിഡ് അടുത്ത് MDMA ടീം വർഗീസിൻ്റെ നമ്മുടെ മാസ്റ്റർ മൈൻഡിനെ വൈപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റ് മാനായിട്ടുള്ള നമ്മുടെ തറവാട് ടീമിലെ ലാസ്റ്റ് മാനായി സ്റ്റാൻഡ് ചെയ്ത് ജോപ്പനെയും തീർത്തിരിക്കുകയാണ്. അപ്പം 4 കില്ലോടെ MDMA മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും രണ്ടുപേരെ കളിച്ചുള്ള മൊത്തം 4 കില്ല് എടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സോ ടീമിൽ 2 പേര് തീർന്നിരിക്കുകയാണ്. ടീം DRDയും അക്കാസ്കിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ നോക്കട്ടെ. ഗോഡ്സെൻറ്റും അക്കാസ്കിയും കൂടെ ഉള്ള കുട്ടിയാണ് ഇവിടെ നടക്കുന്നത്. അതായത് അക്കാസ്കിയിൽ ഒബിറ്റോയെ നോക്ക് ചെയ്തിരിക്കുകയാണ്. മീൻസ് സ്മോക്ക് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓടാകുന്നില്ല. സിൻ ടീമും ഇന്നും ഇച്ചിരി മാറി നിൽക്കുന്നത്. ഓക്കെ, അക്കാസ്കിയിലേക്ക് മുമ്പ് ടീം നമ്പർ 25 കയറി പുഷ് ചെയ്യുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കാസ്കിയിലേക്ക് പുഷ് ചെയ്യുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം 8 കില്ലോടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല കളിയാണ് ഇന്ന് ഗോഡ്സെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്. ഇതന്നെ ഇവന്മാരിങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അല്ല ആൾക്കാർ സ്മോക്ക് ഇട്ട കേട്ടില്ല. ഇവർ സ്മോക്ക് ഇട്ടിട്ട് അതെ ലൈറ്റിനിങ് മാത്രമാണെന്ന് തോന്നുന്നു സ്മോട്ട് ചെയ്തേക്കുന്നത്. കറക്റ്റ് അത് അവരും അടുത്ത മലയിലേക്ക് ഓടുവാന്ന് കണ്ടില്ല. എല്ലാവരും അങ്ങോട്ട് ഓടുവാണ്. ഗ്രനേഡ് ഇടുന്നു. സ്മോക്കിന് അങ്ങോട്ട് ഗ്രനേഡ് ഇടുന്നു. ബട്ട് അവർ വേറെ ലൊക്കേഷനിലോട്ട് മാറിയിട്ടുണ്ട്. അക്കാസ്കി അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കളിക്കുവാണ് അവർ. ഇതാ ലൈറ്റിനിങ്ങിലേക്ക് പോകുമ്പോൾ ലൈറ്റിനിങ് പൊട്ടിക്കുന്നു. പാപ്പച്ചനെ പൊട്ടിക്കുന്നു. പാപ്പച്ചനെ ലൈഫ് നന്നായിട്ട് തീർത്തിട്ടുണ്ട്. നോക്കാക്കിയിട്ടില്ല. ബട്ട് നല്ലൊരു പുഷിങ് ആണ്. നേരിട്ടെങ്കിലും നേരാണോ ടണ്ണാണ് ഇപ്പം കണ്ടില്ലത്. എന്താണേലും വൈപ്പ് ചെയ്തിരിക്കുകയാണ്. 25 അക്കാസ്കിനെ വൈപ്പ് ചെയ്തിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. മൊത്തം 11 കില്ലോടെ ടീം നമ്പർ 25 ആണ്. നമ്മൾ പോകുമ്പോൾ MDMAയിലാണ് പൊട്ടിക്കുന്നത്. MDMA എന്ത് ചെയ്യും? പിൻ പൊട്ടിക്കുവാണ്. പ്ലേസോണിൻ്റെ പുറത്ത് പലരും ഒരാളെ നോക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഒരാളും കൂടെ ഉണ്ട്. MDMA കിഡിനെ കൂടെ തീർത്താൽ ആ MDMAയുടെ വൈപ്പും കൂടെ ഇവർക്ക് കിട്ടും. ഗോഡ്സെൻ്റ് നൈസ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗോഡ്സെൻ്റിലേക്ക് പോകും. 11 കില്ലാണ് മൊത്തം എടുത്തിരിക്കുന്നത്. അതിൽ ടീം DRD ഫിന്നാണ് 6 കില്ല് എടുത്തിരിക്കുന്നത്. ലൈനിങ് 5 കില്ല് എടുത്തിട്ടുണ്ട്. ബാങ്ക്സ് 0 കില്ലാണ് എടുത്തിരിക്കുന്നത്. വൈപ്പ് ചെയ്തിരിക്കുന്നു. ഫിൻ ഇതാ MDMA കിഡിനെയും തീർത്ത് ആ ടീമിനെയും കൂടെ വൈപ്പ് ചെയ്ത സീനാണ് കണ്ടത്. നമ്മൾ എക്സൗട്ടിലേക്ക് അവർ വിക്കിലേക്ക് പോകുമ്പം കൊച്ചുടോർമെൻറ്റ് ഇവിടെ തീർന്നിട്ടുണ്ട്. കൊച്ചുടോർമെൻറ്റ് 18 പൊട്ടിക്കുന്നത്. ടീം നമ്പർ 18 എന്ന് പറഞ്ഞാൽ ഡിയോക്സിസുമായിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിയോക്സിസിലെ ഡൂഡിൽ നോക്കാണ്. ഇൻഫ്ലെയിമോ കയറി ചെല്ലുവാണ്. വിക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിക്കി മിനി 14 വെച്ചാണ് പൊട്ടിക്കുന്നത്. ബട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സോൺ ഇതാ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. ഒരു കില്ലെങ്കിലും എടുക്കാം. കൊച്ചുടോർമെനെ ഇവർ കില്ലൊന്നും എടുക്കാതാണ് കൊച്ചുടോർമെന്ന് തീർന്നിരിക്കുന്നത്. ഇതാ വീടിനകത്തുള്ള ആളെ സ്പോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ വിക്കി എല്ലാവരും തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് വല്ലതും ഗുണമുണ്ടാവുമോ? വിക്കി കയറുവാണ്. ഇല്ല, ഒരു വ്യൂ പോലും ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 4 മെമ്പേഴ്സ് 3 പൊസിഷനിലായിട്ടാണ് നിൽക്കുന്നത്. വിക്കിയൊക്കെ സിൻ ഇതാ എക്സോട്ട് ദിമിട്രിനെ പൊട്ടിച്ചിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കാണുന്നത്. സിന്ന് എക്സോട്ട് ദിമിട്രിനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. സെയിം ടൈമിൽ അവിടെ ഒരാളും കൊണ്ട്. ഇതേ സമയത്ത് ഇതാ ടീം നമ്പർ 25 സിൻ പാനിക്കിനെയാണ് ടീം നമ്പർ 25 ഇന്ന് പൊട്ടിച്ചിരിക്കുന്നത്. ടീം നമ്പർ 25 ഓവറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ അടുത്ത സിൻ അൾട്രനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പൊന്ന്, ഇന്ന് ഭയങ്കര കളിയാണ് ഗോഡ്സെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുന്ന പാവം സിന്നിനെ
ഇനി പ്രൊഫസറിനെയും കൂടെ നോക്ക് ചെയ്താൽ പാവം സ്മോക്കാണ് ഇടുന്നത്, ബ്രിഡ്ജ് ഇടാനാണ് തോന്നുന്നു ഹെൽപ്പ് ചെയ്യാൻ. ബട്ട് ഫിന്നി ഇപ്പോൾ കയറി വരുമോ, ഐ മീൻ ഗോഡ്സെൻ്റ് ഇപ്പോൾ കയറി വരുമോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഫിന്നിലേക്ക് നമ്മൾ പോകാം. ഫിന്ന് ഭ്രാന്ത് കയറിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈപ്പ് ചെയ്തിരിക്കുന്നു ഗോഡ്സെൻ്റ് ഇന്ന് സിന്നിനെ വൈപ്പ് ചെയ്ത സീനാണ് കാണുന്നത്. സിന്നിന്ന് ഭയങ്കര ഇതാ നമ്മൾ നിഞ്ചയിലേക്ക് ഒന്ന് പോകാം. നിഞ്ച വേറൊരു സ്ഥലത്താണ് കേട്ടോ. ഒന്നും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എക്സൗട്ടിൽ വേറൊരു സ്ഥലത്ത്, ഐ മീൻ ദിമിത്രി ഡെഡാകത്തേ ഉള്ളൂ. വിക്കിയൊക്കെ അകത്തേക്ക് വരുവാണ്. മൊത്തം 5 ടീമാണ് ഇപ്പം മിച്ചം നിൽക്കുന്നത്. എക്സൗട്ട്, ആൽക്കോ, അതുപോലെ തന്നെ ടീം നമ്പർ 24 റോയൽ ഡിമണ്ട്സ്, ടീം നമ്പർ 18 നമുക്കറിയാം ഡിയോക്സീസൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പൊട്ടി കാണുന്നത് ഇൻഫ്ലെയിം ബ്രെറ്റോവിനിയെ പൊട്ടിക്കുകയാണ്. എക്സൗട്ട് ഡിമിട്രി സോണ്ട് ഔട്ട് കടന്ന മെയിൻ തീർന്നാണ് നമ്മൾ കണ്ടത്. ബ്രെറ്റോവിനിയിലേക്ക് പോകുമ്പോൾ ബ്രെറ്റോവിനി നോക്കാണ്. ടീം 18 ഡിയോക്സീസ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഡിയോക്സീസ് പൊട്ടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് കിട്ടുന്നില്ല. ചെറുതായി. ഇപ്പം നമ്മളിപ്പം കാണുന്ന 5 ടീംസാണ് മിച്ചമുള്ളത്. ടീം നമ്പർ 25 ഗോഡ്സെൻ്റ്, ടീം നമ്പർ 18 ഡിയോക്സീസ്, ടീം നമ്പർ 8 ആൽക്കോ, ടീം നമ്പർ 24 ടീം നമ്പർ 24 റോയൽ ഡിമണ്ട്സ്. ടീം നമ്പർ 25 എന്ത് പൊട്ടിക്കടാവും പൊട്ടിക്കണം, അവനെന്തോ സ്നൈപ്പർ വെച്ച് പൊട്ടിക്കുകയാണ്. ടീം നമ്പർ 24 റോയൽ ഡിമണ്ട്സിനെ അയൽക്കാരാണെന്ന് 25ഉം 24ഉം കൂടെ അയൽക്കാരെന്ന് നമ്മളൊരു ദാക്ഷിണ്യം പോലും കൊടുക്കാതെ, അറിയത്തില്ല അവർക്ക്, അല്ല ഞാൻ പറഞ്ഞതാണ്, ഒരു ദാക്ഷിണ്യം പോലും കൊടുക്കാനാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗോഡ്സെൻ്റ് ഇന്ന് ഭയങ്കര കളിയാണ്. 16 കില്ല്. ഐ മീൻ ഈ ഫിന്ന് എന്നാ കളിയാണ് കളിക്കുന്നത് എനിക്ക് മനസ്സിലായത്. 11 കില്ല് എടുത്തേക്കുന്നത്. 16 ടീം മൊത്തത്തിൽ എടുത്തത് 16 കില്ല്, 11 കില്ല് ഫിൻ ഒറ്റയ്ക്ക് എടുത്തേക്കുന്നത്. മോൺസ്റ്ററാണ് നമ്മുടെ ഫിൻ. നമ്മൾ ബാങ്ക്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ബാങ്ക്സാണ് പൊട്ടിച്ച്. എക്സൗട്ട് നിഞ്ചേനെ തീർത്തിരിക്കുന്നത്. അപ്പോൾ എക്സൗട്ട് മൊത്തം പൈപ്പായിക്കാണ്. എക്സൗട്ട് നിഞ്ചയും കൂടെ ഉള്ളായിരുന്നു. ബാങ്ക്സിന് കില്ലൊന്നും ഇല്ല എന്നിട്ടും എനിക്കൊന്ന് ലൈനിങ് അതന്നെ ബാങ്ക്സിന് കില്ലില്ലാതെ ലൈനിങ്. ഇത് റോയൽ ഡിമണ്ട്സുമായിട്ട് പൊട്ടിക്കുന്ന റോയൽ ഡിമണ്ട്സിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് റോയൽ ഡിമണ്ട്സ് പൊട്ടിക്കുന്ന ഡിയോക്സീസുമായിട്ടാണ്. ഡിയോക്സീസിലെ നോക്ക് ചെയ്തിട്ടുണ്ട്. വിന്നീനെ തീർത്തതിൻ്റെ പ്രതികാരം ഒരു റിവെഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലെമോ കയറി വരുന്നു. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇൻഫ്ലെമോ കയറി ഇൻഫ്ലെമോ പൊട്ടിക്കുന്നു. ഓക്കെ, ഇൻഫ്ലെമോ പൊട്ടിച്ചു. ഇനിയിപ്പം DST റിഗണയും കൂടെ തീർത്താൽ ഓക്കെ. വാൻകൈസർ അവിടെ ലൈഫ് എടുക്കുകയാണ്. റിഗണ പൈപ്പ് ചെയ്തിരിക്കുകയാണ്. ദേനെന്നാണ് ബട്ട് റിഗണ തീർത്തത്. ടീമിന് മൊത്തം 2 കില്ലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേറൊരു വിക്കിയിലേക്ക് പോകുമ്പോൾ വിക്കി ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ടീമിൻ്റെ. വിക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെങ്കിലും കില്ല് ചെയ്യുമോ? വിക്കി കളിക്കുന്ന ഗോഡ്സെൻറ്റിനാണ്. ഒരു പക്ഷേ വിക്കി ഗോഡ്സെൻറ്റിനെ തീർക്കാൻ പറ്റിയ വിക്കി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം വിക്കി ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ വിക്കിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അപ്പം തേർഡ് വന്നിരിക്കുന്ന ആൽക്കോ ടീമാണ്. ഇനിയിപ്പോൾ 2 ടീമേ മിച്ചമുള്ളൂ. ഒന്ന് നമ്മുടെ അയൽക്കാരായ റോയൽ ഡിമണ്ട്സും അതുപോലെ ഗോഡ്സെൻറ്റുമാണ് ഇപ്പോൾ മിച്ചം നിൽക്കുന്നത്. റോയൽ ഡിമണ്ട്സ് 2 കില്ലോടെ 3 പേരായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഗോഡ്സെൻ്റ് മൊത്തത്തിൽ ആകെ 3 പേരേ ഉള്ളൂ. അവർ മൊത്തം 19 കില്ലോടെയാണ് നിൽക്കുന്നത്. ടീമിനെ സ്പോട്ട് ചെയ്തിട്ടില്ല ആരും. ഇച്ചിരി അകന്ന് തന്നെയാണ്. ഐ മീൻ 2 പേരും സോണിൻ്റെ 2 പേരും സോണിൻ്റെ പുറത്താണ്. സെയിം ടൈമിൽ അവർ 2 അറ്റത്താണെന്നുള്ളതാണ്. ഇവർ ലൈഫൊക്കെ കയറ്റി ആർക്കാണ് ഇവർ മലയാളം മണ്ഡലത്തിൽ ഡ്രോപ്പൊക്കെ എടുത്ത് കിടക്കുന്നത്. പൊട്ടിക്കുന്നു. ലൈനിങ് ആണ് പൊട്ടിക്കുന്നത്. അവർ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. 416 സ്കോപ്പ് ഇട്ടാണ് പൊട്ടിക്കുന്ന ആൾ. ഓക്കെ, ഓറക്സിനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്ത ആളെ ചെല്ലുന്നു, സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരാളും കൂടെ ഉള്ളു അവിടെ. അവനെ കൂടെ തീർത്ത വൈപ്പാണ്. ദയാനന്ദും കൂടെ ഉള്ളു. ദയാനന്ദ് എന്ത് ചെയ്യുമെന്ന് അറിയാം. ദയാനന്ദ് സ്മോക്ക് ഇട്ടേക്കാണ്. ദയാനന്ദ് എടുത്ത് നമുക്ക് ദയാനന്ദ് എടുത്ത് തന്നെ നിൽക്കാം. കാരണം ദയാനന്ദിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിനും കാണുന്ന സ്മോക്ക് കണ്ടിപ്പോൾ അവരവിടെ നിന്ന് പൊട്ടിക്കത്തേ ഉള്ളൂ. ദയാനന്ദ് പോവുകയാണ്. ദയാനന്ദ് ആരെങ്കിലും കാണുന്നുണ്ടോ? ദയാനന്ദ് അങ്ങും ഇങ്ങനെയൊക്കെ സ്മോക്ക് ഇട്ടേക്കാണ്. ദയാനന്ദ് പൊട്ടിക്കുന്നു. കൊണ്ടില്ല. ദയാനന്ദ് തിരിച്ചൊന്ന് പൊട്ടിക്കുന്നു. ലൈനിങ്ങിൻ്റെ ലൈറ്റ് കുറച്ചിട്ടുണ്ട്. ലൈനിങ് കടന്ന് പൊട്ടിക്കുന്നു. ഓക്കെ, ദയാനന്ദ് തീർത്തിരിക്കുന്നതാണ് കാണുന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടീമിൻ്റെ ചിക്കൻ അടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഗോഡ്സെൻ്റ്. ടീം ഗോഡ്സെൻ്റ് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ബാങ്ക്സിന് കില്ല്. ഓക്കെ, മൊത്തത്തിൽ എടുത്തിരിക്കുന്ന 22 കില്ലാണ്. 22 കില്ല് 13 കില്ല് ഗോഡ്സെൻറ്റിലെ ഫിൻ ഒറ്റയ്ക്കാണ് എടുത്തിരിക്കുന്നത്. 9 കില്ല് ലൈറ്റ്നിങ്ങുമാണ് എടുത്തിരിക്കുന്നത്.
ഓക്കെ. അപ്പം പിന്നെ സെക്കൻഡ് എത്തിക്കുന്നത് റോയൽ ഡിമാൻഡ്സ് ആണ്. റോയൽ ഡിമാൻഡ്സ് 2 കില്ല് എടുത്തിട്ടുള്ളൂ, എന്നാലും നന്നായിട്ട് അവർ കളിച്ചെത്തി എന്നുള്ളതാണ്. തേർഡ് എത്തിക്കുന്നത് നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആൽക്കോ ടീമാണ്. ആൽക്കോ ടീമിൽ കില്ലൊന്നും എടുത്തില്ലല്ലോ, ഒരു പക്ഷേ ഒരാളും കൂടെ കൊച്ചുകൂടെ ലൈറ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് എത്തിക്കുന്ന ടീമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, 2 പേരെങ്കിലും തീർക്കാൻ പറ്റിയേനെ. എന്തെങ്കിലും ആട്ടെ, അവർ തേർഡ് എത്തിക്കുന്ന 0 കില്ലോടെ. ഫോർത്ത് എത്തിക്കുന്ന ഡ്യൂസിക്സ് ടീമാണ് 2 കില്ലോടെ. ഡുഡിൽ ഇൻഫ്ലെയിമോ ഓരോ കിലോ വെച്ചെടുത്തിരിക്കുന്നത്. ഫിഫ്ത്ത് എത്തിക്കുന്ന എക്സൗട്ടാണ്. എക്സൗട്ടിലെ സുജിത്ത് 1 കില്ല് എടുത്തായിരുന്നു, പക്ഷേ ആദ്യമേ സുജിത്ത് തീർന്നായിരുന്നു. സിക്സ്ത്ത് എത്തിയിരിക്കുന്ന സിൻ ടീമാണ്, നമ്മുടെ കഴിഞ്ഞ കളിയിലെ ടോപ്പേഴ്സാണ്. അവർ ഇന്ന് 6th പൊസിഷനിലാണ്. അവരെടുത്തിരിക്കുന്ന പ്രൊഫസർ 3 കില്ലും പാനിക്ക് 3 കില്ലും എസ്രൽ അൾട്രാ പ്രൊഫസർ 2 കില്ലും വെച്ചാണ് അവർ മൊത്തം എടുത്തിരിക്കുന്നത് 9 കില്ലാണ്. 7th എത്തിക്കുന്ന MDMA ടീമാണ്. MDMA കിഡ് സൂപ്പർ കളിയായിരുന്നു, 4 കില്ലാണ് MDMA എടുത്തിരിക്കുന്നത്. 8th എത്തിക്കുന്ന ടീം അക്കാസ്കിയാണ്. അക്കാസ്കി 2 കില്ല്, അത് കക്കാശിയും ഗ്ലിച്ചും കൂടെ ചേർന്ന് ഓരോ കില്ല് വെച്ചാണ് 2 കില്ല് എടുത്തിരിക്കുന്നത്. 9th എത്തിക്കുന്ന നമ്മുടെ തറവാട് ടീമാണ്. തറവാട് ടീമിൽ ആരും കില്ലൊന്നും എടുത്തിട്ടില്ല. 10th എത്തിക്കുന്ന ഓർട്ടോൺസ് ടീമാണ്. ഓർട്ടോൺസ് ടീമിൽ നിബൂസ് 1 കില്ല് എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. 11th എത്തിക്കുന്ന DCS ടീമാണ്. DCS ടീം ഡോപ്പ് 1 കില്ല്, അതുപോലെ തന്നെ നോവ, എനിഗ്മ, നൈട്രോ എല്ലാവരും 2 കില്ല് വെച്ച് മൊത്തം അവരെടുത്തിരിക്കുന്ന 7 കില്ലാണ്. 12th എത്തിക്കുന്ന ടീം മാസ്റ്റർ മൈൻഡ് ആണ്. മാസ്റ്റർ മൈൻഡ് എടുത്തിരിക്കുന്നത് നൈറോബി 1 കില്ല് എടുത്തിരിക്കുന്നത്. വർഗീസ പട്ടാളം പിടിച്ച് 0 കില്ല്. മൊത്തത്തിൽ ടീമിന് 1 കില്ലുള്ളൂ. സാധാരണ 2digitsലൊക്കെ നിൽക്കുന്ന ടീമാണ്. പിന്നെ ഇത്രയും അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ എത്തുവാണെങ്കിൽ ഓഗ് 47 ഉണ്ടായ നന്നായിട്ട് കില്ലെടുക്കേണ്ട ടീമാണ്. ബട്ട് നൈറോബി 1 കില്ല് എടുത്തേക്കുന്നത് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. 13th എത്തിക്കുന്ന ടീം സ്ക്വാഡ് ഓഫ് 98 അവരാണ്. മൊത്തത്തിൽ 1 കില്ല് എടുത്തിട്ടുള്ളൂ, ഇതിന് 1 കില്ലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 14th എത്തിക്കുന്ന KLC ടീമാണ്. കേരള കമാൻഡോസ്, അവിടെ റഹീസ് 1 കില്ല് എടുത്തിരിക്കുന്നു. 15th എത്തിക്കുന്നത് ദിൽഖുഷിൻ്റെ PMB ടീമാണ്. PMB ടീമിൻ്റെ മുഹമ്മദ് യാസർ 2 കില്ലും, അതുപോലെ തന്നെ അമൽ 1 കില്ലും എടുത്തിരിക്കുകയാണ്. 16th എത്തിക്കുന്ന നാഗാസ് ടീമാണ്. ആരും 1 കില്ലും എടുത്തിട്ടില്ല. 7th എത്തിക്കുന്ന AG കൺഫ്യൂഷനായല്ലോ. AGയിൽ ഒരു പ്രൊഫസറിനെ പറ്റി നമ്മൾ പറഞ്ഞാണ്, ഒരു പുതിയ ടീമായിരുന്നു. 446 ആണോ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണേലും അവർ ഏതാണെന്ന് വിട്ടുപോയി. ഓക്കെ, അവർ 0 കില്ലാണ് എടുത്തിരിക്കുന്നത്. 18th എത്തിക്കുന്നത് നമ്മുടെ ലീജൻ ഓഫ് ന്യൂസ് ആണ് 0 കില്ലോടെ. 9th എത്തിക്കുന്നതും 9th എത്തിക്കുന്ന ഹൂണിഗൺ ടീമാണ്. അവർ ടോപ്പ് ബോയ് 1 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് എത്തിക്കുന്ന ടീം നമ്മുടെ ഗോഡ്സിൻ്റെ ആണ്. സെക്കൻഡ് എത്തിക്കുന്ന റോയൽ ഡിമാൻഡ്സ് ആൻഡ് തേർഡ് എത്തിക്കുന്ന ആൽക്കോ ടീം. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അടുത്ത മാച്ചുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.